ഹായ് ഫ്രണ്ട്സ്, നിഷാദ് പടിഞ്ഞാറ്റുമുറയാണ്. ദേശീയപാത 66 വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. 2026 ജനുവരി 30 വെള്ളിയാഴ്ചയാണ് നമ്മളെ വെട്ടിച്ചിറ ടോൾ പ്ലാസ തുറന്നത്. മലപ്പുറം ജില്ലയിലെ ദേശീയപാത 66 വികസനം അതിവേഗം പുരോഗമിക്കുന്നു. അതേ വേഗതയിൽ തന്നെയാണ് വെട്ടിച്ചിറ ടോൾ പ്ലാസന്റെ പണികൾ പൂർത്തീകരിച്ചത്. കോഴിക്കോട് ടോൾ പ്ലാസ തുറന്ന അതേ പ്രശ്നം തന്നെ ഈ വെട്ടിച്ചിറ ടോൾ പ്ലാസ ഉണ്ടായി. കാരണം പല സ്ഥലത്തും പണി പൂർത്തീകരിക്കാനുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് എവിടേക്കാണ് മലപ്പുറം ജില്ലയിൽ പണികൾ പൂർത്തീകരിക്കാനുള്ളതെന്നാണ്. ഇപ്പോൾ കഞ്ഞിപ്പുര അണ്ടർപാസ് കഴിഞ്ഞിട്ട് നമ്മൾ സർവീസ് റോഡിൽ കൂടെ ഇങ്ങനെ വരികയാണെങ്കിൽ ഇങ്ങനെ ഒരു ബോർഡ് കാണും, സർവീസ് റോഡ് ഉണ്ട്. ഇവിടെ പിന്നെ അങ്ങോട്ട് സർവീസ് റോഡ് ഇല്ലാട്ടോ. കാരണം ഈ റോഡാണ് നേരെ പിന്നീട് നമ്മളെ വളാഞ്ചേരി ടൗണിലേക്കുള്ള ഇറക്കമുണ്ടല്ലോ, അത് വെച്ചാൽ വയടക്കിൻ്റെ സൈഡോട് ചേർന്ന് പോകേണ്ട റോഡ്. പക്ഷെ അവിടെ ബ്ലോക്ക് ആയിരിക്കുകയാണ്. ഇവിടെയൊക്കെ സർവീസ് റോഡ് പൂർണ്ണമായിട്ട് ടാറിങ് കഴിഞ്ഞാണ്. ഇത് ആദ്യം കണ്ടിന്യൂഷൻ ആയിട്ട് ഉണ്ടാവുമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ പിന്നീട് പല കാരണങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ വയടക്കിൻ്റെ അവിടെ ഒരു ചെറിയ മണ്ണിടിച്ചിലുണ്ടായി. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ മണ്ണ് എടുത്ത സ്ഥലത്ത് പിന്നെ അങ്ങനെ കൂരിയാടൊക്കെ പ്രശ്നം ഉണ്ടായില്ല. അപ്പോൾ അതിന് ശേഷം പിന്നെ നിർത്തി വെച്ചതാണ്. അപ്പം നമ്മൾ അവിടുന്ന് വന്നത് കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ പൂർണ്ണമായിട്ട് ടാറിങ് കഴിഞ്ഞ പ്രദേശമാണ്. അപ്പോൾ ആദ്യം പറഞ്ഞിരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് സ്ട്രെയിറ്റ് ആയിട്ട് നേരെ അങ്ങോട്ട് പോയിട്ട് വയടക്കിനോട് ചേർന്നിട്ട് താഴത്തേക്ക് നമ്മളെ പഴയ വട്ടപ്പാറ റോഡിൻ്റെ അവിടെ ഇറങ്ങുമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇപ്പം എന്താ സംബന്ധിച്ച് കഴിഞ്ഞാൽ അവിടെ മണ്ണിടിച്ചിലുണ്ടായി. അതുകൊണ്ട് പിന്നീട് പണികൾ താൽക്കാലികമായി നിർത്തിവെച്ചു. അപ്പോൾ ഇനി ഇതിനൊരു സൊല്യൂഷനാണ്. കാരണം ഇപ്പം കഞ്ഞിപ്പുര അണ്ടർപാസിൻ്റെ അവിടെ നിന്ന് കൂടെ പഴയ വട്ടപ്പാറ റോഡുണ്ടല്ലോ, ആ റോഡ് വരെ പൂർണ്ണമായിട്ട് സർവീസ് റോഡ് 2 ആയിട്ടാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിക്ക് അത് വളരെയധികം അപകടം സൃഷ്ടിക്കുകയും ചെയ്യും. പിന്നെ അതുപോലെ തന്നെ കഞ്ഞിപ്പുര അണ്ടർപാസിൻ്റെ അവിടെയൊക്കെ ബ്ലോക്ക് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇതിന് എന്താണ് ഒരു സൊല്യൂഷൻ? അപ്പോൾ ഈ സർവീസ് റോഡ് താഴത്തേക്ക് കൊണ്ട് ഇറക്കുക, അല്ലെങ്കിൽ പിന്നെ ഇവിടുന്ന് ഒരു ചെറിയ ഫ്ലൈ ഓവർ വെച്ചാൽ നമ്മുടെ മിനി പമ്പയിൽ കണ്ട മാതിരിയുള്ള ഫ്ലൈ ഓവർ. പക്ഷെ എന്നാലും ഒരു അതിന് പരിഹാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഇവിടുന്ന് വട്ടപ്പാറ പഴയ റോഡിൻ്റെ ഇവിടുന്ന് അങ്ങോട്ട് പിന്നീട് 2 ആയിട്ട് തന്നെ ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ ഇവിടെ നോക്കിയാൽ നിങ്ങൾ ഇവിടെയാണ് മണ്ണിടിച്ചിൽ ഉണ്ടായത് കേട്ടോ. പക്ഷേ പിന്നീട് കാര്യമായിട്ട് വർക്കൊന്നും നടന്നിട്ടില്ല. ഈ അടുത്ത് എന്തൊക്കെയോ ചർച്ച നടന്നു എന്ന് പറയുന്നുണ്ട്. ഇതിനെന്തൊക്കെയോ മാറ്റങ്ങൾ വരാൻ പോവുകയാണ്. അപ്പോൾ എന്തായാലും പ്രതീക്ഷയിലാണ് നമ്മുടെ വളാഞ്ചേരി ടൗൺ നിവാസികൾ. ഇതിലുള്ള വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മളെ വളാഞ്ചേരി ടൗണിലേക്ക് ഏറ്റവും പോകണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ കാവുംപുറം ഭാഗത്തൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ, അഥവാ നമ്മൾ വെട്ടിച്ചിറ കഴിഞ്ഞിട്ട് സർവീസ് റോഡിലേക്ക് ഇറങ്ങാൻ മറന്നു കഴിഞ്ഞാൽ നേരെ പിന്നീട് പോരുന്നത് ആറുവരിപ്പാതയിൽ കൂടെ പോയിട്ട് വളാഞ്ചേരി ബൈപ്പാസ് കഴിഞ്ഞ് ഓണിയിൽ പാലത്തിന് അവിടെ എത്തിയിട്ട് ലെഫ്റ്റ് എടുത്തുകൊണ്ട് പോകണം. അപ്പം ഇഷ്ടംപോലെ കിലോമീറ്റർ, ഏകദേശം 4 കിലോമീറ്റർ നമ്മളെ വളാഞ്ചേരി ബൈപ്പാസ് വന്നിരിക്കുന്നു. അതും കഴിഞ്ഞാൽ പിന്നെ 2 കിലോമീറ്റർ സഞ്ചരിച്ചാൽ മാത്രമേ അവർക്ക് കാവുംപുറം ഭാഗത്തേക്ക് എത്താൻ സാധിക്കുള്ളൂ. അപ്പോൾ ഇവിടെയാണ് വിഷയം വന്നിരിക്കുന്നത്. കാരണം ഇവിടം വരെ പണി കഴിച്ച പ്രദേശമാണ്. ഇവിടുന്ന് അങ്ങോട്ടാണ് പണി നടക്കാണ്ടിരുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ സോയിൽ നെയിലിങ്ങും ഷോർട്ട് കീറ്റിൻ്റെ വർക്കൊക്കെ പൂർണ്ണമായി കഴിഞ്ഞതാണ്. പിന്നീട് ആ ഒരു മഴക്കാലത്താണ് ഈ ഭാഗത്ത് മണ്ണിടിച്ചിലുണ്ടായത്. അതുപോലെ തന്നെ ഇവിടെ ഡ്രൈനേജ്, ക്രോസിന് ഡ്രൈനേജ് ഒക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. ഇനി അവിടെയാണ് വർക്ക് നടക്കാനുള്ളത്. അപ്പോൾ അവിടെ വരെ ക്രാഷ് ബാരൻ്റെ വർക്ക് നടന്നിട്ടുണ്ട്, സർവീസ് റോഡ്. അപ്പോൾ ഇങ്ങനെ സർവീസ് റോഡ് പോകുന്ന പറഞ്ഞിരുന്നത് സ്ട്രെയിറ്റ് ആയിട്ട് എന്നിട്ട് അവിടെ ഇറങ്ങും. പക്ഷെ ഇനി എങ്ങനെയാണ് നാഷണൽ ഹൈവേ പുതിയൊരു മാറ്റം കണ്ടിരിക്കുന്നതെന്ന് അറിയില്ല. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. കുറേ നാളുകളായിട്ട് ജനങ്ങൾ ഉന്നയിച്ചൊരു പ്രശ്നം തന്നെയാണ് ഇത്. കാരണം വളാഞ്ചേരിയിൽ നിന്ന് ഇവിടെ നമുക്ക് നേരെ ടൗണിലേക്ക് പോകാൻ വേണ്ടിയിട്ടില്ല സർവീസ് റോഡ് ഉണ്ടാകുമെന്ന് പറഞ്ഞതായിരുന്നു. പ്രതീക്ഷകളൊക്കെ എല്ലാവർക്കും ഉണ്ടായിരുന്നു. പിന്നീടാണ് സർവീസ് റോഡ് ഇല്ല എന്ന് പറഞ്ഞത്. പിന്നീട് യൂ ടേൺ ഒക്കെ എടുത്തിട്ട് മറുഭാഗത്തുള്ള സർവീസ് റോഡ് കൂടെ 2 ആയിട്ട് അങ്ങനെ പോയിരുന്നു. പക്ഷെ ഇപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വളാഞ്ചേരി നഗരസഭ അധികൃതരും അതുപോലെ തന്നെ ദേശീയപാത അതോറിറ്റിയുമായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ട്. ഇവിടെ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കാണണം എന്ന് പറഞ്ഞിട്ട്. കാരണം ഈ ഭാഗം വരെ സർവീസ് റോഡിൻ്റെ പണി കഴിഞ്ഞാണ്. പിന്നീട് ഇവിടുന്ന് അങ്ങോട്ടാണ് ഇല്ലാത്തത്. അതുപോലെ തന്നെ നമ്മുടെ പഴയ റോഡിൽ കൂടിയാണ് ഇവിടുന്ന് പിന്നീട് ഒരു ഭാഗത്ത് കൂടെ കടന്നു പോകുന്നത്. നമ്മുടെ വളാഞ്ചേരി ടൗണിൽ നിന്നൊക്കെ വരുന്ന സമയത്ത് വയടക്കിൻ്റെ അടിഭാഗത്തുകൂടെ പിന്നീട് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് പഴയ വട്ടപ്പാറ റോഡുണ്ടല്ലോ, ആ റോഡ് കൂടെ കറങ്ങിയിട്ടാണ് പിന്നെ കഞ്ഞിപ്പുര ഭാഗത്തേക്ക് വരുന്നത്. പക്ഷെ അപ്പോഴും ഇവിടെ സർവീസ് റോഡ് 2 ഭാഗത്തും ഇല്ല, ഒരു ഭാഗത്ത് മാത്രമേ ഉള്ളൂ. അതിൻ്റേതായ വലിയൊരു പ്രശ്നം തന്നെ ഈ ഭാഗത്തുണ്ട്. മെയിനായിട്ട് ഇത് വിഷയമാകാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടോൾ പ്ലാസ തുറക്കുന്ന സമയമാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ കോഴിക്കോടും ഇതേമാതിരി തന്നെ വിഷയം തന്നെയാണ്. പല സ്ഥലത്തും സർവീസ് റോഡുകളില്ല. അതിലൊരു മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാലങ്ങൾ എത്തുന്ന സമയത്ത് സർവീസ് റോഡ് ഇല്ലാതെ നമ്മൾ സർവീസ് റോഡ് കൂടെ വന്നിട്ട് വീണ്ടും ആറുവരിപ്പാതയിൽ കയറിയിട്ട് പിന്നെയാണ് പാലം കഴിഞ്ഞിട്ട് വീണ്ടും സർവീസ് റോഡ് കൂടെ ഇറങ്ങുക. അങ്ങനെ യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ സർവീസ് റോഡ് പൂർണ്ണമായിട്ട് പണികൾ കഴിഞ്ഞിരിക്കണം. ഇപ്പോൾ ഈ വയടക്ക് തുടങ്ങുന്നതിൻ്റെ മുകൾ ഭാഗത്ത് മണ്ണ് പൂർണ്ണമായി മാറ്റിയിട്ട് അവിടെ സർവീസ് റോഡിൻ്റെ പണി ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടുന്ന് താഴത്തേക്ക് ഇറങ്ങുക വെച്ചാൽ പഴയ വട്ടപ്പാറ വളവിൻ്റെ അവിടേക്ക് താഴത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് ടാറിങ് വരെ പൂർത്തീകരിക്കും. പക്ഷേ ഇതങ്ങോട്ട് ജോയിൻ്റ് ആക്കാൻ കഴിഞ്ഞിട്ടില്ല ഇവർക്ക്.
ഒന്നാമത് അവിടെ മെയിൻ ആയിട്ട് വലിയ വലിയ പാറയാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ മുകൾ ഭാഗത്ത് വെച്ചാൽ ആ കുന്നിന്റെ മുകൾ ഭാഗത്ത് കൂടെയാണ് വലിയ ടവർ കടന്നു പോകുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അതൊക്കെയാണ് ഒരു വലിയ വിഷയം തോന്നുന്നുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ നോക്കിയാൽ നിങ്ങൾ ഇവിടെയൊക്കെ സർവീസ് റോഡിന്റെ ടാറിംഗ് വർക്ക് കംപ്ലീറ്റ് ആയിട്ട് ഈ ഭാഗം കണ്ട നിങ്ങൾ മുകൾ ഭാഗത്ത് അവിടെയാണ് വർക്ക് നടക്കാനുള്ളത്. മറുഭാഗത്ത് പൂർണ്ണമായിട്ട് സോയിൽ ലീനിങ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ മണ്ണിടിച്ചിൽ വന്ന ഭാഗം നോക്കിയാൽ നിങ്ങൾ ഇതൊക്കെ എത്ര കാലം പണിയെടുത്തിട്ടാന്ന് അറിയാമോ ഇവിടുത്തെ മണ്ണ് പൂർണ്ണമായും മാറ്റിയത്. വലിയ വലിയ പാറയൊക്കെ പൊട്ടിക്കുക ചെയ്യുന്നത്. കാരണം ഒരു മിനി ക്രഷറിനെ ഇവിടെ തയ്യാറാക്കിയിരിക്കുകയായിരുന്നു. കാരണം വലിയ പാറ പൊട്ടിച്ചിട്ട് ഇവിടെ ചെറിയ ബോൾസ് ആക്കിയിട്ടാണ് പിന്നീട് ഇവിടുന്ന് കൊണ്ടുവരുന്നത്. ഇപ്പം ഇവിടെയുള്ള ഏറ്റവും വലിയ പ്രശ്നം, കാരണം ഈ സർവീസ് റോഡ് ഇല്ലാന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാവുമ്പുറം ഭാഗത്തേക്ക് പോകുന്ന ആളുകൾ വളാഞ്ചേരി വെട്ടിച്ചിറ ടോൾ പ്ലാസ കഴിഞ്ഞ് എക്സിറ്റ് എടുക്കാൻ മറന്നു കഴിഞ്ഞാൽ അവർ നേരെ ഒനിയിൽ പാലം വരെ പോയിട്ട് വേണം കറങ്ങി വരാൻ. അല്ലാതെ ഇവിടുന്ന് ഈ പാലത്തിന്റെ മുകളിൽ നിന്ന് താഴത്തേക്ക് ഇറങ്ങാൻ റാമ്പോ അങ്ങനത്തെ ഒരു സംവിധാനവും ഇല്ല. അതാണ് ഇവിടുത്തെ ജനങ്ങൾ പറയുന്നത്. വെറും കഞ്ഞിപ്പുരയിൽ നിന്നും 1-2 കിലോമീറ്റർ മാത്രം സഞ്ചരിച്ചു കഴിഞ്ഞാൽ എത്താവുന്ന സ്ഥലത്തേക്ക് ഏകദേശം 7 കിലോമീറ്ററിന്റെ അടുത്ത് യാത്ര ചെയ്യേണ്ട ഒരു അവസ്ഥ വരികയാണ്. അപ്പൊ ഒന്നാമത്തെ പ്രശ്നം ഇതാണ്, വളാഞ്ചേരി സർവീസ് റോഡ് കംപ്ലീറ്റ് ആയിട്ടില്ല. അതിനെന്തെങ്കിലും ഒരു മാർഗം കാണണം. എന്നിട്ടൊക്കെ ടോൾ പ്ലാസ തുറന്നാൽ മതി എന്നാണ് ജനങ്ങൾ പറയുന്നത്. ഇനി അടുത്തൊരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുറ്റിപ്പുറം ROB നിങ്ങൾക്കറിയാലോ, കുറേ പ്രാവശ്യം അതിൻ്റെ മുകൾ ഭാഗത്ത് കോമ്പോസിറ്റ് ഗേർഡർ വെക്കാൻ നോക്കി. അങ്ങനെ പല പല കാരണങ്ങളായിട്ട് അത് നീണ്ടുപോയിട്ട് വീണ്ടും ഇപ്പം അത് സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ പണികൾ നടക്കാനുള്ളത്. അപ്പോൾ അവിടെയും പെൻഡിങ് ആയി കിടക്കുകയാണ്. അപ്പോൾ ഇതാണ് കുറ്റിപ്പുറം ROB. ഇതിൻ്റെ ഒരു ഭാഗത്ത് പൂർണ്ണമായിട്ട് ഗേർഡർ ലോഞ്ചിങ് കഴിഞ്ഞിട്ട് അവിടെയൊക്കെ മുകൾ ഭാഗത്ത് കാസ്റ്റിംഗ് കഴിഞ്ഞിരിക്കുന്നു. പക്ഷെ ഇതിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ പണി നടക്കാനുണ്ട്. കാരണം ഒരു ഭാഗത്ത് മണ്ണിട്ട് ഉയർത്തി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അതുമാതിരി ജോയിന്റ് ചെയ്യണം. ആറുവരിപ്പാത വന്ന് ജോയിന്റ് ചെയ്യണ പ്രദേശമാണ്. പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പഴയ റെയിൽവേ മേൽപ്പാലം 2 വരും, പുതുതായിട്ട് പണിയണ പാലം 3 വരിയാണ്. അപ്പം ഇവിടെയും ഇതേമാതിരി സർവീസ് റോഡ് വന്ന് നിൽക്കും. പിന്നീട് എന്ന് വെച്ചാൽ നമ്മളെ മൂടാൽ ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾ സർവീസ് റോഡ് കൂടെ വരികയാണെങ്കിൽ നേരെ ഈ ആറുവരിപ്പാതിന്റെ മോൾ ഭാഗത്ത് കയറിയിട്ട് വേണം മറുഭാഗം കടക്കാൻ വേണ്ടി. അങ്ങനത്തെ വിഷയമുണ്ട് ഇവിടെ. എന്തായാലും പണികളെല്ലാം അതിവേഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുക. ഇനി അടുത്തൊരു വിഷയം എന്ന് വെച്ചാൽ 3 കാരണങ്ങളാണ് മെയിനായിട്ട് മലപ്പുറം റീച്ചിലുള്ളത്. ഒന്ന് നമ്മളെ വളാഞ്ചേരി സർവീസ് റോഡിന്റെ വിഷയം, പിന്നെ ഒന്ന് കുറ്റിപ്പുറം ROB, ഇനി അടുത്തത് നമ്മളെ കൂരിയാടാണ്. ദേശീയപാത 66 വികസനത്തിൽ വളരെയധികം വേഗതയായിരുന്നു KNRCL 2 റീച്ചുകൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളെ വളാഞ്ചേരി വയഡക്റ്റിന്റെ പണിയൊക്കെ അതിവേഗം പൂർത്തീകരിച്ചാണ്. പക്ഷെ അതിനോടൊപ്പം തന്നെ നമ്മുടെ കൂരിയാടും ഇതേമാതിരി വലിയൊരു സംഭവം തന്നെയായിരുന്നു. കാരണം വലിയൊരു പാടമാണ്. ആ പാടത്തിന് കുറുകെയാണ് ഈ റോഡ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല ഉയരത്തിൽ തന്നെ മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് റോഡ് കടന്നു പോകുന്നത്. അപ്പോൾ ഇവിടെ കൂരിയാട് അണ്ടർപാസിന്റെ അപ്രോച്ച് റോഡ് മണ്ണ് തള്ളി താഴത്തേക്കാണ്ട് ഇരുന്നു. അതോട് കൂടിയിട്ട് വീണ്ടും പ്രശ്നമായി. അപ്പോൾ ഇവിടെ കൂരിയാട് അപ്രോച്ച് റോഡിന്റെ മണ്ണ് പൂർണ്ണമായി മാറ്റിയിട്ട് അവിടെ ഒരു 6 വരി വയഡക്റ്റ് വരികയാണ്. പണികളെല്ലാം അതിവേഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞിരുന്നു നമ്മളെ കോഴിക്കോട് റീച്ചിലായിരിക്കും ടോൾ പ്ലാസയിൽ ഏറ്റവും കൂടുതൽ ചാർജ് വരിക എന്നുള്ളത്. പക്ഷേ ഇപ്പോഴങ്ങനെയല്ല. ഏറ്റവും കൂടുതൽ ഫെയർ വൺ സൈഡ് വന്നിരിക്കുന്നത് നമ്മളെ മലപ്പുറം വെട്ടിച്ചിറ ടോൾ പ്ലാസയിലാണ്. അപ്പം കൂരിയാട് വയഡക്റ്റിന്റെ പണികളെല്ലാം അവസാന ഘട്ടത്തിലാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നോക്കിയാൽ നിങ്ങളിത് ലേറ്റസ്റ്റ് അപ്ഡേഷൻ ആണ്. എന്തായാലും പൂർത്തീകരിച്ച ഗാർഡറിന്റെ മുകൾ ഭാഗത്ത് കോൺക്രീറ്റിംഗ് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി കുറച്ച് ഭാഗം എന്ന് വെച്ചാൽ നമ്മളെ കൂരിയാട് അണ്ടർപാസിന്റെ ആ ഭാഗത്ത് മാത്രമേ ഇനി ഗാർഡർ ലോഞ്ചിങ് നടക്കാനുള്ളൂ. എന്തായാലും KNRCL ഒരു കാര്യത്തിൽ സമ്മതിക്കണം. കാരണം വളരെയധികം വേഗതയിലാണ് ഈ ഭാഗത്തുള്ള മണ്ണ് നീക്കിയിട്ട് വയഡക്റ്റിന്റെ പണികൾ ആരംഭിച്ച് ഇപ്പോൾ അതാ പൂർത്തീകരിക്കാൻ പോവുകയാണ്. ഏകദേശം 30 ഗാർഡറുകൾ മാത്രമേ ഇനി ലോഞ്ച് ചെയ്യാനുള്ളൂ. ബാക്കി ലോഞ്ചിങ് കഴിഞ്ഞതിന്റെ മുകൾ ഭാഗത്ത് നോക്കിയാൽ നിങ്ങൾ വർക്കുകൾ കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഡെക്ക് ഷീറ്റിന്റെ വർക്ക് നടന്നിട്ടുണ്ട്. അതിന് മുകൾ ഭാഗത്ത് സ്റ്റീൽ ബൈൻഡിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കോൺക്രീറ്റിംഗ് കഴിഞ്ഞ ഭാഗങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇനി ക്രാഷ് ബാരിന്റെയും ഡിവൈഡറും വർക്ക് മാത്രമേ നടക്കാനുള്ളൂ. ഇതിന്റെ പണി നടക്കുന്ന സമയത്ത് വളരെയധികം ഗതാഗതക്കുരുക്ക് അനുഭവപ്പെട്ട ഒരു പ്രദേശം കൂടിയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് മെയിൻ റോഡാണ്. തൃശ്ശൂരിൽ നിന്നും കോഴിക്കോട്ടേക്കും അതുപോലെ തന്നെ കോഴിക്കോട് നിന്നും തൃശ്ശൂരിലേക്ക് പോകുന്ന ഒരു മെയിൻ റോഡാണിത്. അപ്പൊ ഈ പാടത്തിനോടെ മണ്ണ് കൂടി നിൽക്കുന്ന സ്ഥലം കണ്ടോ നിങ്ങൾ? ഇവിടെയാണ് ആ മണ്ണ് ഇരുന്നത് കേട്ടോ. എന്നിട്ട് ആ മണ്ണ് കൂടി തള്ളി പാടത്തേക്ക് വന്നിരിക്കുകയാണ്. പക്ഷെ ഇനി പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വയഡക്റ്റിന്റെ പണികളൊക്കെ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ അടിഭാഗം എന്ത് ചെയ്യുമെന്നുള്ളതാണ്. ഇതിന്റെ താഴത്ത് എന്തെങ്കിലും ഒരു സംവിധാനം ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ രാത്രി കാലങ്ങളിലൊക്കെ വണ്ടികൾ ഇതിന്റെ അടിഭാഗത്ത് പാർക്കിംഗ് ചെയ്യും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്കറിയാലോ പല പല പ്രശ്നങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇതുപോലത്തെ പാലങ്ങളുടെ അടിയിൽ പല സ്ഥലത്തും പല സംവിധാനങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട്. ടർഫ് ഉണ്ട്, അതുപോലെ തന്നെ ഷട്ടിൽ കോർട്ട് ഉണ്ട്, പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഓരോ സംവിധാനങ്ങൾ, അതുകൂടാതെ കഫേകൾ വരെ കൊണ്ടുവന്ന സ്ഥലങ്ങളുണ്ട്. ഈ കൂരിയാട് പാടം എന്ന് പറഞ്ഞാൽ സാര പാടൊന്നുമില്ല കേട്ടോ. നല്ല അടിപൊളി പാടം തന്നെയാണ്. കാരണം ഇതിപ്പം നെല്ലൊക്കെ ഇങ്ങനെ വിളഞ്ഞു നിൽക്കുന്ന സമയത്ത് നിങ്ങൾ കാണണം, നല്ല അടിപൊളി പച്ചപ്പായിരിക്കും കേട്ടോ. നോക്കിയാൽ നിങ്ങൾ ഇപ്പം തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പച്ചപ്പുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ഒരു കഫേകൾ വന്നു കഴിഞ്ഞാൽ പാലത്തിനിടയിൽ ഇഷ്ടംപോലെ ആളുകൾ വരുന്നതായിരിക്കും. ഇപ്പൊ ഇവിടെ ഒരു പാലം കണ്ട്, ഈ പാലമാണ് കുറച്ചൊന്ന് ഹൈറ്റ് കുറച്ചിരിക്കുന്നുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ പാലത്തിന്റെ മുകൾ ഭാഗത്ത് കൂടെ പിന്നീട് ഇവിടെ PSC ഗേർഡർ അല്ല വരുന്നത്, ഇവിടെ സ്റ്റീൽ ഗേർഡറാണ് സ്ഥാപിക്കാൻ പോകുന്നത്.
സാധാരണ നമ്മൾ കണ്ടിരിക്കുന്ന എല്ലാ പീർ ക്യാപ്പിന്റെ മുകൾ ഭാഗത്ത് ഗാർഡാണ്, പക്ഷെ ഇങ്ങനെയല്ല ഇവിടെ ഫുള്ളായിട്ട് കോൺക്രീറ്റ് വളം നിർമ്മിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കോംബി കട്ടറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്നിട്ടാണ് ഇത് ഹൈറ്റ് കുറച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ മുകൾ ഭാഗത്താണ് സ്റ്റീൽ ഗാർഡർ വരിക. അപ്പോൾ സ്റ്റീൽ ഗാർഡറിന്റെ ഒക്കെ ജോയിന്റിങ് ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും ഉടനെ തന്നെ ഈ സ്റ്റീൽ ഗാർഡുകൾ ഇതിന്റെ മുകൾ ഭാഗത്ത് ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. ഏകദേശം 400 മീറ്റർ ആണ് നമ്മുടെ വയഡക്റ്റ് വരുന്നത്. അപ്പം വെട്ടിച്ചിറ ടോൾ പ്ലാസ തുറക്കുന്നതിന് മുൻപായിട്ട് ഈ പ്രദേശങ്ങളുടെ പണികൾ കഴിയണമെന്നാണ് ജനങ്ങൾ പറയുന്നത്. പക്ഷെ പണി കഴിയുന്നതിന് മുൻപായിട്ട് തന്നെ വെട്ടിച്ചിറ ടോൾ പ്ലാസ തുറന്നിട്ട് ടോൾ പിരിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിലത്തെ മെയിൻ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഞ്ഞിപ്പുരയിൽ നിന്നും നേരെ നമ്മൾ വളാഞ്ചേരി ടൗണിലേക്ക് ഇറങ്ങുന്ന ഒരു സർവീസ് റോഡ്, അതാണ് ഈ മലപ്പുറം ബീച്ചിലെ ഏറ്റവും വലിയ ഇഷ്യൂ. ROBന്റെ പണികൾ നടക്കുന്നുണ്ട്, അതുപോലെ തന്നെ കൂരിയാട് വയഡക്റ്റിന്റെ നിർമ്മാണം നടക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോഴും തീരുമാനമാവാതെ കിടക്കുന്ന സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കഞ്ഞിപ്പുരയിൽ നിന്നും വളാഞ്ചേരി ടൗണിലേക്ക്, എന്ന് വെച്ചാൽ വട്ടപ്പാറ വളവിലേക്ക് ഇറങ്ങുന്ന സർവീസ് റോഡ്. അപ്പോൾ ഇതൊക്കെയാണ് ദേശീയപാത 66 ടോൾ തുറക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ. ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക, ലൈക്ക് ചെയ്യുക, കമന്റ് എഴുതാനും മറക്കരുത്. അപ്പോൾ പുതിയ പുത്തൻ വീഡിയോ വരുന്നവരെ നിങ്ങളോട് എല്ലാവരോടും ബൈ.